െങ്കിലും ഒടുവിൽ മരിച്ചു പോയിരിക്കാം എന്നുള്ള നിഗമനത്തിൽ എല്ലാവരും എത്തിച്ചേർന്നു. ദേവയാനിയുടെയും യയാതിയുടെയും ഭാര്യ ഭർത്തൃബന്ധം ജീവിതത്തിലെ ഏറ്റവും രമ്യവും മൃദുലവും ലോലവുമായ ആ ബന്ധം പൊട്ടിത്തകർന്നിട്ട് 18 വർഷം കഴിഞ്ഞു. രണ്ടുപേരും പരസ്പരം മുഖംധരിച്ച് ജീവിതം ആരംഭിച്ചു. യയാതി മഹാരാജാവ് മദ്യത്തിനടിമയായി 60 നാഴിക നേരവും സുഖഭോഗങ്ങളിൽ മുഴുകി കൊട്ടാരത്തിൽ നിന്നും അകന്ന് അശോകവനത്തിൽ ജീവിതം തുടർന്നു. ഭരണകാര്യങ്ങളെല്ലാം മഹാറാണി ദേവയാനി നോക്കുന്നു. യുവാവായ യദു രാജ്യത്തെ കലാപങ്ങൾ അമർച്ച ചെയ്യുവാൻ തന്റെ സേനയുമായി പുറപ്പെട്ടു. എന്നാൽ യദു ശത്രുക്കളുടെ കൈയിൽ അകപ്പെടുന്നു. മോനെ സൂക്ഷിച്ച്, നമ്മളെ ഇപ്പോൾ ആരും കാണാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ജനിച്ചത് ഇവിടെയാണോ? നീ ഒച്ച വെച്ച് ആളെ കൂട്ടാതിരിക്കേ. ഇതാണ് അശോകവനം. നീ ജനിച്ചതും ഇവിടെയാണ്. വലിയച്ഛ, അങ്ങ് ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ? പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. കൊട്ടാരം വിട്ട് ഓടിപ്പോയതിൽ പിന്നെ എനിക്കും ഒരു പ്രാന്തായില്ല. പലതും ഓർമ്മയില്ല. ഇത്രയും കാലം ഞാൻ ഇവനിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. ഇവന്റെ അച്ഛനാരെന്നോ ഇവന്റെ കുലം ഏതെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അമ്മ എന്നോട് സ്നേഹം കാണിച്ചു. 18 വയസ്സ് കഴിഞ്ഞാന്ന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തിയില്ലേ? എല്ലാം നിന്റെ വലിയച്ഛന്റെ ദയ കൊണ്ടാണ്. നമ്മളെ ഇത്രയും കാലം സംരക്ഷിച്ചത് ഈ വലിയ മനുഷ്യന്റെ കൃപയാണ്. ശർമ്മിഷ്ഠേ, എന്റെ അച്ഛന് ലഭിച്ച ശാപത്തെക്കുറിച്ച് കേട്ടപ്പോൾ കുട്ടിയേറെ ഞാൻ ഭയന്നുപോയി. എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് കൊട്ടാരം വിട്ട് ഞാൻ ഓടിപ്പോയി. ഈശ്വരനെ അന്വേഷിച്ചിറങ്ങി ഒരു നിരീശ്വരവാദിയായി, പിന്നെ ഒരു ഭ്രാന്തനായി. കുറെ പേര് എനിക്ക് ഭക്ഷിക്കാൻ തന്നു, കുറെ പേർക്ക് കല്ലെറിഞ്ഞു. ഒടുവിൽ ഖജനാണ് എന്നെ നോക്കിയതും ചികിത്സിച്ചു. വലിയച്ഛ, ഖജനെ കുറിച്ചും എന്റെ അച്ഛൻ യയാതി രാജാവിനെ കുറിച്ചും അമ്മ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരെന്ന് പുറത്ത് പറയരുതെന്ന് അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. അത് സാരമില്ല. നിന്റെ അച്ഛനെ കാണുമ്പോൾ നീ ആരാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ ദേവയാനി എങ്ങനെ പ്രതികരിക്കും എന്നാണ് എന്റെ ഭയം. എന്നെ കൊല്ലാനുള്ള വിളംബരം ഇപ്പോഴും കാണും. മഹാറാണി അതെല്ലാം എപ്പോഴും മറന്നു കാണും. പക്ഷെ യദു എന്റെ സഹോദരനാണ്. ജ്യേഷ്ഠ രക്ഷിക്കേണ്ട ചുമതല അനിയനായ എനിക്കുണ്ട്. മോനെ, നീ ചെറുപ്പമാണ്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിപ്പോൾ പഠിക്കാനുള്ള സമയമല്ല. എന്റെ ജ്യേഷ്ഠന്റെ ജീവൻ രക്ഷപ്പെടുത്തലാണ് പ്രധാനം. വലിയച്ഛ, അമ്മയും കൂട്ടി സത്രത്തിലേക്ക് മടങ്ങിക്കോളും. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം കൊട്ടാരത്തിൽ പോയി അച്ഛനെയും മഹാറാണിയെയും കാണാം. ശർമ്മിഷ്ഠേ, അവനെ തടയണ്ട. അവൻ തന്നെ ദമ്പം ചെയ്തു. കുറെ കാലം ദാസിയായി കഴിഞ്ഞ മണ്ണാണിത്. എന്റെ മകൻ പുരുവിനെ നൊന്ത് പ്രസവിച്ചതും ഇവിടെയാണ്. ഒരു രാജകുമാരി ആയിരുന്നിട്ടും ജീവിതത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചില്ലേ? ദാസിയായി, അമ്മയായി. ഖജൻ ദേവയാനിക്ക് കൊടുത്ത ഒരു വസ്ത്രത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. പിന്നെ യയാതി മഹാരാജാവിനോട് തോന്നിയ പ്രണയവും, പുരുവിന്റെ ജനനം, ദേവയാനിയുടെ തടവറ, എനിക്കിതൊന്നും ഓർക്കാൻ വയ്യ. യയാതി നിന്നെ തടവിൽ നിന്ന് മോചിപ്പിച്ചെങ്കിലും കാട്ടിലൊറ്റയ്ക്ക്, അതും ഒരു കൈക്കുഞ്ഞുമായി ഉപേക്ഷിക്കാൻ പാടില്ല. പിന്നെ അവരാരും നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലേ? അറിയില്ല. ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് വേദനയും വിശപ്പും ഭയവും സഹിക്കാതെ വന്നപ്പോഴാണ് ആ പാറയിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യക്കൊരുങ്ങിയത്. പക്ഷേ അങ്ങനെ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. ഒരുപക്ഷെ എന്റെ ഭ്രാന്ത് മാറിയതിനു ശേഷം സുബോധത്തോടു കൂടി ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം നിങ്ങളെ മരണത്തിന് രക്ഷപ്പെടുത്തിയതാവാം. വരൂ, ഇവിടെ ഇങ്ങനെ നിന്നാൽ ആരെങ്കിലും നമ്മളെ തിരിച്ചറിയും. നമുക്ക് സത്രത്തിലേക്ക് പോകാം. വർഷക്കാലം ഞാൻ സുഖത്തിന്റെ പിന്നാലെ പാഞ്ഞു. ആരും എന്നെ തടഞ്ഞില്ല. ആഗ്രഹിച്ചതൊക്കെ നേടി. പക്ഷേ സുഖം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. യതിയെപ്പോലെ ഞാനൊരു ഭ്രാന്തനാവുമോ എന്നാണ് എന്റെ ഭാവം. ഇല്ല, യയാതി വിവേകിയാണ്, സുന്ദരനാണ്, ചെറുപ്പമാണ്. ഈ ചെറുപ്പമാണ് എന്റെ സമ്പാദ്യം. ഇനിയും ഒരുപാട് കാലം എനിക്കിങ്ങനെ ചെറുപ്പമായി ഉന്മത്തനായും ജീവിക്കണം. മന്ദാര, എവിടെ മുതച്ചഷ്ടം? എവിടെ നീ പറഞ്ഞ ദേവിമാർ?
മഹാരാജാവേ, കൊട്ടാരത്തിൽ ഏതോ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളാണെന്ന് കേട്ടു. ഉത്സവമോ? മഹാറാണിക്ക് ആനന്ദിക്കാൻ മാത്രം എന്തുണ്ടായി? ഞാൻ ഇതുവരെ മരിച്ചില്ലല്ലോ. അതോ യദുവിനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ സന്തോഷം? യുവരാജാവ് മോചിതനായി. ഓ, നന്നായി. എങ്ങനെ മോചിതനായി? വീരപരാക്രമിയായ ഏതോ ഒരു യുവാവ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി യുവരാജാവിനെ മോചിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. അതേതായാലും നന്നായി. എനിക്ക് സ്വസ്ഥമായിരുന്നു മദ്യപിക്കാൻ. മഹാറാണിയുടെ പിതാവ് ശുക്രാചാര്യൻ തപസ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. ശുക്രാചാര്യൻ എന്നാൽ എന്താ? ഞാനിവിടെ വിട്ടു പോണം. യുവരാജാവിന്റെ രാജാഭിഷേകം നടത്താൻ മഹാറാണി തീരുമാനിച്ചിരിക്കുകയാണ്. ദേവിയാനി എന്നോട് പ്രതികാരം ചെയ്തത്. ഞാൻ സിംഹാസനം വിട്ടുകൊടുക്കുന്നു. എനിക്ക് ഇനിയും രാജാവായി ജീവിക്കണം. മഹർഷി കജന്റെ തപസ് തീർന്നെന്നാണ് കേട്ടത്. മഹാറാണി അദ്ദേഹത്തെ ഉത്സവത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും തപസ്സുകൾ അവസാനിച്ച നിലയ്ക്ക് എന്റെ തപസ്സുകളും അവസാനിപ്പിക്കാനായി. അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? ആദ്യം നീ മദ്യം കൊണ്ടുവരും, പിന്നെ ഞാൻ എല്ലാം പറയാം. യയാതി, ഒരു മഹർഷി എന്ന നിലയ്ക്കല്ല ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ നിന്റെ ശശ്വരനാണ്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. മദ്യപാനം കാരണം നിന്റെ തലയ്ക്ക് വെളിവില്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിന്റെ മകളുടെ സുഖസമ്മതമായ ജീവിതം ഒന്ന് കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ അത്ര ഭാഗ്യഹീനായിപ്പോയി. അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? ഒന്നും ഉണ്ടായില്ലേ? ഏറ്റവും വിലപിടിപ്പുള്ള ഒരു രക്തമാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചത്. വെറും കല്ലാണെന്ന് വിചാരിച്ച് നീ അത് വലിച്ചത്. ഞാൻ തെറ്റുകാരനാണ്. 100 തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ദേവി എനിക്ക് പങ്കുണ്ട്. എന്നെ അപമാനിക്കുന്നത് കാണാനാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അച്ഛ, ദുശീലങ്ങൾ കഠിനങ്ങളായ ആളുകൾ പിശാചിനേക്കാളും ഭയങ്കരന്മാരാണ്. അപ്പോൾ അഹങ്കാരികളും? അച്ഛ, എന്തിനിപ്പോ ആഘോഷപൂർവ്വം നഗരത്തിൽ പ്രവേശിച്ചു കാണും. മദ്യത്തിലും മദ്യരാശിയിലും പൊക്കി ദശിക്കുന്ന ഒരാളിന്റെ അടുത്ത്. ദേവയൻ, നീ എന്റെ മകളാണ്, സമ്മതിച്ചു. അതേസമയം ഒരു വിഡ്ഢിയുമാണ്. എപ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല. നിന്റെ അവിവേകം കാരണം എന്റെ സജ്ജീവനത്തിന് നഷ്ടമായി. അച്ഛൻ, ഞാനെന്തിന്? വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നപ്പോ നീ ഭർത്താവിനെ പറ്റി പരാതി പറഞ്ഞു. ഇനി നീ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല. നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് ഇനി ഈ നിമിഷം ഒരു പരിഹാരമുണ്ടാകും. അച്ഛ, യദുവിനെ രാജാവാക്കുന്നതോടെ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കും. എനിക്കിനി കുടുംബജീവിതം വേണ്ട. ഞാനും അച്ഛനോടൊപ്പം വന്നാലോ? മഹർഷി എന്നോട് ക്ഷമിക്കണം. എല്ലാം എന്റെ യൗവനത്തിന്റെ തെറ്റാണ്. ഞാൻ മോഹങ്ങൾക്ക് അടിമപ്പെട്ടു. യൗവനത്തിന്റെ തെറ്റോ? അപ്പോ ഞാൻ എന്താ കിളവിയായിരുന്നോ? ജയാതി, ദേവയാനിയെ തിരസ്കരിച്ചിട്ട് നിങ്ങൾ ശർമ്മിഷ്ഠയെ സ്വന്തമാക്കിയില്ലേ? ശരിയാണ്, ഞാൻ തെറ്റുകാരനാണ്. ശർമ്മിഷ്ഠയോടുള്ള പെരുമാറ്റത്തിൽ കരുതലുണ്ടാകണമെന്ന് ഞാൻ ആദ്യം തന്നെ താക്കീത് തന്നല്ലോ. സ്വാമി, യൗവനത്തിന്റെ ആവേശത്തിൽ ബോധമില്ലാതെ സംഭവിച്ചതാണ്. നിന്റെ ആവേശത്തിന്റെ ബോധമില്ലായ്മയ്ക്ക് ഒരു ശിക്ഷ കൂടിയെത്തി. ശുക്രാചാര്യന്റെ വാക്കുകളാണ് നീ ലംഘിച്ചത്. നിന്നെ ഞാനിതാ ശപിക്കുന്നു. നിന്റെ യൗവനം നശിച്ചു പോകട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പാപിയായ യയാതി പടുവൃദ്ധനായി പോകട്ടെ. സ്വാമി, എന്നോട് ദയ കാണിക്കൂ. എന്റെ മനസ്സിപ്പോഴും ചെറുപ്പമാണ്. എന്റെ പല ആഗ്രഹങ്ങളും ഇപ്പോഴും ബാക്കിയാണ്. ദേവയാനിയോടൊപ്പം ഒരു കുടുംബജീവിതം നയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ യൗവനം തിരിച്ചു തന്നാൽ ഞാനിനി ഒരു തെറ്റും ചെയ്യാതെ ദേവയാനി പറയുന്നതനുസരിച്ച് ജീവിച്ചോളാം. അച്ഛാ, എനിക്കൊരു വൃദ്ധന്റെ വേഷത്തിൽ അദ്ദേഹത്തെ കാണാനുള്ള കഴിവില്ല. അദ്ദേഹത്തിന് യൗവനം തിരികെ കൊടുക്കണം. അച്ഛന്റെ മകൾ ദേവിയാനിയാണ് അപേക്ഷിക്കുന്നത്. യോദ്ധാവിന്റെ അപ്പവും താമസന്റെ ശാപവും തിരിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾ എന്റെ ശാപം അനുഭവിച്ചേ മതിയാകും. എങ്കിലും എന്റെ മകളുടെ ഭർത്താവായതിനാൽ അവളോടൊപ്പം ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നതിനാലും ഞാൻ നിങ്ങൾക്ക് ശാപമോഷം നൽകും. മഹർഷി, എന്റെ ശാപത്തിൽ നിന്നും രക്ഷിക്കൂ. ഇല്ലെങ്കിൽ ഞാനിനി ഈ മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരില്ല. വൃദ്ധനായി ജീവിക്കുന്നതിലും ഭേദം ഇവിടെ കിടന്ന് മരിക്കുന്നതാണ്. എന്നെ മോചിപ്പിക്കൂ. നിങ്ങളുടെ രക്തബന്ധത്തിലെ ഏതെങ്കിലും യുവാവ് നിങ്ങളുടെ വാർദ്ധക്യം സ്വീകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് യൗവനവും അയാൾക്ക് വാർദ്ധക്യവും കിട്ടും. പക്ഷെ ഒന്നുണ്ട്, നിങ്ങളുടെ മരണശേഷമേ
ആ യുവാവിന് യൗവനം തിരികെ കിട്ടും. എന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ യൗവനം തിരികെ തരുന്നു എന്ന് 3 പ്രാവശ്യം വരുണ്ടാ നിങ്ങൾ മരിച്ചു വീഴും. ഇതെന്ത് ശാപമോഷം? ഇത് ശാപത്തേക്കാൾ ഭയങ്കരമായല്ലോ. തപസ് കഴിഞ്ഞുടൻ നിന്നെ കാണാൻ ഓടി വന്നു. ഇവിടെ പക്ഷെ സർവത്ര കുഴപ്പം. കുട്ടിക്കാലം മുതലേ ഞാൻ നിന്റെ തലയിലേക്ക് ഒരുപാട് കാണിച്ചു. പക്ഷെ അതിനു പകരം എനിക്ക് കിട്ടിയതോ അപമാനമാണ്. ഇനി നീയായി നിന്റെ ഭർത്താവാണ്. നിങ്ങൾക്ക് യുവത്വമുണ്ടായിരുന്ന വാർദ്ധക്യമുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ തിരികെ ഹിമാലയത്തിലേക്ക് പോകും. ദേവയാനി എന്നെ ഈ നരകയാതനയിൽ നിന്നും രക്ഷിക്കും. നമ്മുടെ പുത്രനോട് പറഞ്ഞ് എന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ പറയും. 2-3 വർഷത്തേക്ക് മതി. അത് കഴിഞ്ഞ് നീ അവനെ ചക്രവർത്തിയാക്കിക്കും. നിങ്ങൾക്ക് ഭ്രാന്താണ്, യുവാവാക്കാനുള്ള ഭ്രാന്ത്. ഇത്രയും കാലം ജീവിതം തുലച്ചത് പോരെ? ദേവയാനി നമ്മുടെ മകനോട് ഒന്നും പറ. നീ പറഞ്ഞാൽ അവൻ അനുസരിക്കും. ദേവയാനി നിങ്ങൾ നരച്ചു പൂത്തിവിടെ കഴിഞ്ഞു. കൊട്ടാരത്തിൽ ഇനി നിങ്ങളെ ആവശ്യമില്ല. നിങ്ങൾ ആരാണ്? അമ്മയുടെ മകൻ രക്ഷിച്ച യോദ്ധാവാണ് ഞാൻ. മഹാരാജാവിന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ആരാ അത്? അച്ഛാ, ഞാൻ അങ്ങയുടെ മകനാണ്. മഹാരാജാവിന് ഒറ്റ മകനേ ഉള്ളൂ. എന്റെ മകൻ യദു. രാജാവകാശം അവനുള്ളതാണ്. എനിക്ക് രാജ്യമൊന്നും വേണ്ട. ഒരു പുത്രന്റെ ധർമ്മം പാലിക്കാൻ എന്നെ അനുവദിച്ചാൽ മതി. പുത്രനോ? ആരുടെ പുത്രൻ? നീ ശർമ്മിഷ്ഠയുടെ മകനാണോ? അതെ അമ്മേ, ഗുരുവാണ് ഞാൻ. ശർമ്മിഷ്ഠയുടെ മകൻ. ഇനി വൈകിക്കുന്നത് എന്തിനാ? നിന്റെ യൗവനം രാജാവിന് കൊടുക്കുക. പകരം വാർദ്ധക്യം ഏറ്റെടുക്കുക. അച്ഛാ, രാജകന്യായിരുന്നിട്ടും സ്വന്തം വംശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ദാസ്യായിരുന്ന അമ്മയുടെ മകനാണ് ഞാൻ. അച്ഛന്റെ വാർദ്ധക്യം എനിക്ക് തരൂ. പുറത്തേക്ക് വരൂ. ഇതെന്തൊരു ഭ്രാന്ത്! മഹാരാജാവേ, ഇവിടെ എന്താണ് ഉണ്ടായത്? എന്റെ മകൻ എന്തു പറ്റി? ശർമ്മിഷ്ഠേ, നീ വിഷമിക്കരുത്. എല്ലാം ശരിയാണ്. ഞാൻ എന്റെ മകന് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്. ആരാണ് അവനെ ഇങ്ങനെ ഭയങ്കരമായി ശപിച്ചത്? ശുക്രാചാര്യനാണോ? അതോ ദേവയാനിക്ക് എന്നോടുള്ള പക ഇനിയും തീർന്നിട്ടില്ലേ? നീ സമാധാനമായിട്ടിരിക്കും. അവൻ പഴയ പോലെ യുവാവാകും. അവനെ ശപിച്ചത് ശുക്രാചാര്യമല്ല. പിന്നെ ഏത് ദുഷ്ടനാണ് ഇത് ചെയ്തത്? ആ ദുഷ്ടന്റെ പേര് യയാതി എന്നാണ്. ഞാൻ മനുഷ്യത്വം മറന്നു. ശാപം കാരണം എനിക്ക് കിട്ടിയ വാർദ്ധക്യം ഞാൻ അവന് കൊടുത്തു. ഒരു പിതാവും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. മഹാരാജാവേ, ഞാനൊരു അമ്മയാണ്, ഭാര്യയുമാണ്. എനിക്ക് 2 പേരും വേണം. വേറൊന്നും എനിക്കറിയില്ല. കടം വാങ്ങിയ ഈ യൗവനം ഞാനിതാ എന്റെ മകന് തിരികെ കൊടുക്കും. കടം വാങ്ങിയ ഈ യൗവനം ഞാനിതാ എന്റെ മകന് തിരികെ കൊടുക്കും. കടം വാങ്ങിയ യൗവനം ഞാനിതാ എന്റെ മകന് തിരികെ കൊടുക്കും. താങ്കൾ തക്ക സമയത്ത് തന്നെ എത്തിയല്ലേ? തപസ്സിൽ ലഭിച്ച പ്രത്യേക സിദ്ധിയുമായി ശുക്രാചാര്യൻ നേരെ ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഞാനും ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. അദ്ദേഹത്തിന്റെ സിദ്ധിക്കൊരു മനോഹരനായിരുന്നു ഞാൻ തപസ്സിലൂടെ നേടിയെടുത്തത്. അതുകൊണ്ടിപ്പോൾ ഒരു ഉപകാരമുണ്ടായി. ജ്യേഷ്ഠ, ഇനി അങ്ങ് എവിടെയും പോകരുത്. അതെന്താ? എനിക്ക് മതിയായി. ഈ രാജ്യം അങ്ങയുടേതാണ്. അങ്ങ് രാജാവാകണം. സിംഹാസനത്തിൽ ഇരിക്കുന്നതിനേക്കാൾ മാൻതോലിൽ ഇരിക്കുന്നതാണ് കൂടുതൽ ആനന്ദകരം. അനുഭവിച്ചാലും അതറിയൂ. അമ്മേ, യദുവിന്റെ ജ്യേഷ്ഠനാണ്. രാജാവാകാനുള്ള അർഹത യദുവിനാണ്. ഞാനെന്നും എന്റെ ജ്യേഷ്ഠന്റെ ആജ്ഞകളനുസരിച്ച് ജീവിച്ചോളാം. ത്യാഗിയും പരാക്രമിയുമായ നീ എന്നെ അമ്മേ എന്ന് വിളിച്ചല്ലോ. എനിക്കത് മതി. ശർമ്മിഷ്ഠേ, എന്റെ അഹങ്കാരം മാറ്റാൻ നിന്റെ മകൻ തന്നെ വേണ്ടി വന്നു. മോനെ പുരു, നീയാണ് രാജാവാകേണ്ടത്. പ്രജകൾ നിന്നെ രാജാവായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. യദുവിനും അക്കാര്യത്തിൽ വേറൊരു അഭിപ്രായമില്ല. എല്ലാം ശുഭമായ സ്ഥിതിക്ക് ഞാനിതാ പോവുകയായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഉണ്ട്. എനിക്ക് ഈ ലോകസുഖങ്ങൾ മടുത്തു. ഞാനിനി വാനപ്രസ്ഥം സ്വീകരിക്കുകയാണ്. എന്നെ അനുഗ്രഹിക്കും. ഞാനും കൂടെ വരുന്നുണ്ട്. എന്നെയും കൂടെ കൊണ്ടുപോകണം. ഞാൻ ഇനി കൊട്ടാരത്തിലേക്കില്ല.
ശർമ്മിഷ്ഠേ, ദേവയാനി, എത്ര കാലമായി നിങ്ങളെ ഒന്ന് കണ്ടിട്ട്. ഈ അച്ഛന് വലിയ സന്തോഷമാണ്. വീണ്ടും സ്നേഹത്തിൽ നിങ്ങളെ ഒരുമിച്ച് കാണാൻ സാധിച്ചത്. അച്ഛാ, ആ, ഇനി എനിക്ക് സന്തോഷമായി മരിക്കാം. ദേ, ഒരാൾ ഇങ്ങോട്ട് വരാൻ അടിച്ചു നിൽപ്പുണ്ട്. എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടാകുന്ന കോപത്തിൽ ഞാനിങ്ങനെ ശമിക്കാൻ തുടങ്ങിയ എന്താ ചെയ്യാൻ? എന്റെ കോപമാണ് എല്ലാത്തിനും കാരണം. ഇത് സത്യം. ഇനി ഞാൻ കോപിക്കുകയുമില്ല, ആരും ശപിക്കുകയുമില്ല. ആഹാ, എല്ലാവരും ഇങ്ങനെ സ്നേഹത്തിലായ സ്ഥിതിക്ക് കുറച്ച് മദ്യം സേവിച്ച് നമുക്കൊന്ന് ആഘോഷിച്ചാലും. അത് ശരി, നീയാണല്ലേ മഹാരാജാവിന് ഇത്ര വർഷമായിരിക്കും. എന്റെ മകളുടെ ദാമ്പത്യം തകർത്ത നീയൊരു കല്ലായി മാറി. മഹർഷേ, കോപമരുത്. നിമിഷങ്ങൾക്ക് മുൻപാണ് അഗ്നി കോപിക്കില്ലെന്ന് സത്യം ചെയ്തത്. ഇവനുള്ള ശിക്ഷ നമുക്ക് വേറെ കൊടുക്കാം. മനുഷ്യൻ ഒരല്പം സംയമനം പാലിച്ചാൽ ഈ ലോകം ശാന്തസുന്ദരമാകും. ഇവിടെ യുദ്ധമോ കെടുതിയോ ഉണ്ടാവില്ല.